റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് UDF ഇങ്ങനെ ഒരു വടംവലി നടത്തിയത് ശരിയായില്ല. KC വേണുഗോപാൽ മിടുക്കനാണ്, അതിനെപ്പറ്റി അദ്ദേഹത്തെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും ഒരഭികാമ്യമല്ല. ഇതൊന്നുമല്ല, ഇത് പൊട്ടിക്കുമ്പോൾ പിണറായി പറഞ്ഞ പോലെ കഷ്ടിച്ച് LDFനാണ് വിജയമെങ്കിൽ മാറിപ്പോയില്ലേ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ വിജയം ആർക്കാണെന്ന് വന്ന ശേഷം ഇതിനെപ്പറ്റി ചർച്ച വയ്ക്കുന്നതായിരുന്നു നല്ലത്. ഏതായാലും കോൺഗ്രസ്സിന് ഇതുള്ളതാണ്. എന്നും ഇലക്ഷൻ ഉള്ളപ്പോഴും ഇലക്ഷൻ ഇല്ലാത്തപ്പോഴും ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പും ഇങ്ങനെ തമ്മിലുള്ള ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആ അപകർഷത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. സുധീരനല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ നമ്മുടെ രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ സുധീരനല്ല സുധാകർ, ഇങ്ങനെ പലരും ഒരുപാട് മോഹങ്ങളുമായിട്ട് വലിയ കലത്തിൽ വെള്ളം കഴിച്ചേണ്ട ചിലരെല്ലാം നിൽപ്പുണ്ട്. ഒരു കോൺഗ്രസ് സംസ്കാരം. അതിനെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കോൺഗ്രസിൻ്റെ സംസ്കാരം. യോഗ്യത ജയിച്ചു വന്ന എല്ലാവർക്കും യോഗ്യതയുണ്ട്. കോൺഗ്രസ്സിലുള്ള ആർക്കാണ് അയോഗ്യൻ? എനിക്കറിയാം. VD സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ TV-യിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. പലയിടത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, അതെല്ലാം VDക്ക് സാധിച്ചില്ലല്ലോ. അതെല്ലാം അദ്ദേഹമാണ്. അത് സെൻട്രൽ പവറുണ്ടല്ലോ, ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ പങ്ക് നല്ലപോലെ വഹിച്ചിട്ടുണ്ട്. 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനമാണ് അധികാരത്തിൽ കൊണ്ടുവന്നാൽ പോലും അതിനെ പ്രയോജനപ്പെടുക എന്നുള്ളതാണ് ആ പക്ഷക്കാർ പറയുന്നത്, VD പക്ഷക്കാർ പറയുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പെട്ടി പൊട്ടിച്ചിട്ട് പറഞ്ഞാലല്ലേ നല്ലത്. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു, മറ്റു വിഭാഗം പറയുന്നു ആലപ്പുഴയിൽ നിന്നും വേണമെന്ന്. അതാ അവക്കമായ അഭിപ്രായങ്ങളല്ലേ. ഇതാണ് ഈ കോൺഗ്രസിനുള്ള കാര്യം. അവർ തമ്മിൽ ഇത് തന്നെ കോൺഗ്രസ് തന്നെ ഇല്ലാതാക്കും. ആലപ്പുഴ എന്ന് പറയും ഒരാളാണ്, എറണാകുളത്ത് നിന്ന് പറയും മറ്റൊരാളാണ്. ഇതാണ് കോൺഗ്രസ് സംസ്കാരം. അത് നമ്മൾ വലിയ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, എന്ന് ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലും. അവസാനം ഇവരെല്ലാം ഒത്തുകൂടുകയും ചെയ്യും. എന്നിട്ട് ഭരണം തുടങ്ങിയ ശേഷം തമ്മിലടിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നില്ല, അവരെല്ലാവരും യോഗ്യന്മാരാണ്. KC വേണുഗോപാലിന് അയോഗ്യനെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? KC വേണുഗോപാൽ ഇവിടുത്തെ പ്രോബ്ലംസുകളും പലരും കയറി നിന്നപ്പോൾ അതെല്ലാം തീർത്തതാരാണ്? എല്ലാം KC വേണുഗോപാലല്ലേ. പിന്നെ ഇവിടെ എല്ലാം ആവശ്യമുള്ള ഫണ്ട് കൊണ്ടുവന്നതാരാണ്? KC വേണുഗോപാലല്ലേ. അപ്പോൾ KC വേണുഗോപാലിന് സെൻട്രലിലൊരു പവർ കൂടെ ഉണ്ട്. ആ പവർ കൂടെ വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിലും ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലും മറ്റ് പ്രവർത്തനം മാനേജ് ചെയ്യുന്ന കാര്യത്തിലും വേണുഗോപാൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്രസക്തനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം എത്രയോ സീനിയറായ ഒരാളാണ്. കാരണം ആര് വിചാരിച്ചാലും അപ്രസക്തനാക്കാൻ സാധിക്കില്ല. കാരണം പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ACC സെക്രട്ടറി തൊട്ട് കോൺഗ്രസിൻ്റെ അത്യുന്നത പദങ്ങളിൽ എത്രയും നാൾ ഇരുന്ന് പാരമ്പര്യമുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് സ്വാധീനം, അതുപോലെ ചെലുത്താനുള്ള കഴിവുള്ള ആളാണ്. പിന്നെ ഭാഷകൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെ നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്. ഒരു നേതൃത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി ആരും ഒരു കോൺട്രവേഴ്സി പറഞ്ഞ് നമ്മൾ നാളെ വരെ കേട്ടിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. 3 പേരും കൊള്ളാം. സർക്കാർ വരുമെന്ന് പറയുമ്പോഴും അവരുടെ മുഖ്യമന്ത്രി ആരാണെന്നത് പോലൊരു ചർച്ച നടക്കുന്നില്ല. അവിടെ ചർച്ചയുടെ ആവശ്യമില്ല. പിണറായി തന്നെ അല്ലെങ്കിൽ അവിടെ ചർച്ചയുണ്ട്. ഈ കോൺഗ്രസ് അല്ലേ ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന് നയിക്കാനും പറയാനും അതിന് തീരുമാനിക്കാനും ഒരു നേതാവുണ്ട്, നേതൃഗുണമുണ്ട്. അതുകൊണ്ട് അവിടെ ജയിക്കുകയാണെങ്കിൽ പിണറായി തന്നെ ആയിരിക്കും. അത് നിലച്ചു പോകില്ല. ഞാനെന്നേ പറഞ്ഞില്ലേ, ഇലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം നിലച്ചു പോകും. ഈ സ്വർണവും പോകും, അതും കൊടിമരവും പോകും, എല്ലാം പോകും. അതൊക്കെ ഇലക്ഷൻ വരെ ഇതെല്ലാവരും കൊണ്ടു നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കാണത്തുമില്ല.
ഒറ്റ കാര്യം കൂടി, ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം പരാതികൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അവിടെ നിർമ്മിച്ച വീടുകളിൽ വിള്ളലുണ്ട് എന്ന തരത്തിലൊക്കെയാണ് പരാതി ഉയരുന്നത്. ആര് പണിയിപ്പിച്ച? അവിടെയുള്ള ആളുകളാണ് സർക്കാർ പണിയിച്ച ടൗൺഷിപ്പ് ഉണ്ടല്ലോ, ചില വീടുകളിലൊക്കെ വിള്ളലുണ്ട്. അത് ഞാൻ കണ്ടു നിങ്ങളുടെ റിപ്പോർട്ട്. ചില വീടുകളിൽ വിള്ളലുണ്ട്, അത് നിർമ്മിച്ചത് ഊരാളുകളാണ്. അപ്പോൾ വിള്ളലുണ്ടായെങ്കിൽ അത് തെറ്റായിപ്പോയി. കാരണം ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോടും വിള്ളലില്ലാതെ നല്ല ക്വാളിറ്റി പോരെങ്കിൽ ഊരാളുകൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരതുപോലുള്ള റേറ്റ് മേടിക്കുന്ന ആളുകളാണ്. റേറ്റ് മേടിക്കുന്ന ആളുകൾ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടേണ്ടതായിരുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊണ്ട് കെട്ടിക്കണം.